ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ ദൈവമാതാവിൻ്റെ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നാം ഏറെ ആശ്രയിക്കുന്നതാണ്. എന്നാൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഉപരിയായി ദൈവമാതാവിൻ്റെ ജീവിത മാതൃക നാം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ ഇടയാകണം. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്കായിട്ട് അല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. അതിലും ഉപരിയായി ദൈവമാതാവ് എപ്രകാരം ജീവിച്ചുവോ അപ്രകാരം ജീവിക്കുവാൻ എന്നെയും ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കാൻ സാധിക്കണം. കാനാവിലെ ഭവനത്തിൽ വെച്ച് മാതാവ് അവിടെ നിന്നവരോട് പറയുന്നത്, ഇവൻ പറയുന്ന പ്രകാരം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവർ അനുസരിച്ചതിൻ്റെ ഫലമായി ക്രിസ്തുവിന് അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ നാം ദൈവാശ്രയബോധം ഉള്ളവരും മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരും ആയിരിക്കണം. അമ്മയുടെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രയാസങ്ങളുടെ നടുവിലും ദൈവാശ്രയ ബോധത്തോടെ ആണ് തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിയത്. ദൈവത്തിൻ്റെ മാതാവാകുവാൻ തിരഞ്ഞെടുത്തപ്പോൾ പറഞ്ഞത്, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ്. ഈ ലോകത്തിലെ പ്രതിസന്ധികളുടെ നടുവിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം തകർന്നു പോകാതെ ഇതെൻ്റെ ജീവിതത്തിൽ തന്നത് എൻ്റെ കർത്താവാണ് എന്ന ബോധ്യം നമ്മെ ഭരിക്കുവാൻ ഇടയാകണം. അതിനായി നാം നോമ്പും പ്രാർത്ഥനയും മാതാവിനോടുള്ള മധ്യസ്ഥതയും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.